സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ ഫാദർ മാണി പുതിയിടം, അദ്ദേഹം സീനിയർ വികാറാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ. അതിരൂപതയിൽ തന്നെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയിലും അദ്ദേഹം പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതാണ്. ദീപികയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നയാളാണ്. ഇങ്ങനെ അദ്ദേഹം സഭയുടെ ഒരു വക്താവായിട്ട് തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നയാളാണ്. ഇപ്പോഴും സീനിയർ പദവിയിലുള്ളയാളാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നതാണ് നല്ലത്. അതുമാത്രമല്ല, കേരള കോൺഗ്രസുകളുടെ ഒരു ലയനം ഉണ്ടാവണം എന്നതാണ്. എങ്ങനെയാണ് താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? നോക്കൂ, കേരളത്തിൽ ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ UDF-ന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി തുടരുന്ന പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ സർവ്വസന്നാഹവും എടുത്തിട്ടും മുഖ്യമന്ത്രി നേരിട്ട് പട നയിച്ചിട്ടും CPM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള, ഏറ്റവും ലഭ്യമാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം നിലമ്പൂരിൽ അവർ നേരിട്ടത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ വ്യക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സമസ്ത മേഖലയിലെയും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വികാരം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകും. UDF-ലേക്ക് അനുകൂലമായി UDF-ൽ ധാരാളം പുതിയ ആളുകൾ കടന്നു വരും എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ആ വിസ്മയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. ശരി, ശ്രീ സന്ദീപ് വാര്യർ. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പലരും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അതിൽ ജോണി നെല്ലൂരിന്റെ തുറന്നു പറച്ചിലും പ്രാധാന്യം അർഹിക്കുന്നതാണ്. മാണി പുതിയിടം പോലും, ഫാദർ മാണി പുതിയിടം പോലും ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നയാളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ സഭ വലിയ താല്പര്യത്തോടു കൂടി തന്നെ ഇതിനെ കാണുന്നുവെന്നാണ്. പക്ഷേ സഭയ്ക്ക് മടുത്തു എന്ന് പറയുമ്പോൾ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഇടപെടാൻ ആഗ്രഹമില്ല എന്നതാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും മഞ്ജുഷ്, കാരണം ഈ ഇടത് സർക്കാരിന് കീഴിൽ സഭ അസംതൃപ്തരാണ്. അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, JB കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാത്തത്, അതുമായി ബന്ധപ്പെട്ടൊരു നടപടികൾ സ്വീകരിക്കാത്തത്. രണ്ടാമത്തേത് വന്യജീവി ആക്രമണം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലയുടെ കാര്യത്തിൽ. ശരി, കേൾക്കുന്നില്ല ടോമ, ഒന്നുകൂടി വരാം. എന്തായാലും ഇക്കാര്യത്തിൽ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ക്രൈസ്തവ സഭകൾക്ക് അമർഷമുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് അമർഷമുണ്ട്. അക്കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാവുകയാണ്. അതിനുവേണ്ടിയുള്ള ചില ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നതും കേരള കോൺഗ്രസുകൾ ലയിച്ച് UDF-ൽ വരണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നതും സഭ. ഇക്കാര്യമാണ് ഫാദർ മാണി പുതിയിടം തുറന്നു പറഞ്ഞത്. ടോം,